ഒരാഴ്ചക്കിടെ പുറത്തുവന്നത് 2 അതിക്രമ വാർത്തകൾ. ഈ 2 കേസുകളിലും പ്രതിസ്ഥാനത്തുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. വയനാട് അമ്പലവയൽ പോലീസും കൊല്ലം കുണ്ടറ പോലീസും. ലൈംഗിക പീഡന പരാതി നൽകാനെത്തിയ പെൺകുട്ടിയോട് അശ്ലീല ചുവയിൽ സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഒരിടത്ത്. ഉത്സവത്തിനിടെ ദമ്പതികളോട് തട്ടിക്കയറി ആക്രമിച്ച SI-മാരായ കിരണും അതുലും മറ്റൊരിടത്ത്. ഈ 2 സംഭവങ്ങളിലും പോലീസുകാർക്കെതിരെ അന്വേഷണം നടത്തിയോ? ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ റിപ്പോർട്ടോടുകൂടി ക്രൈം ഫയലോടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ. ഇവിടെ പോയാലും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞത് ഇതൊക്കെ ഞാൻ ആ സാറിനോട് പറയുമ്പോൾ ആ ഒരു സാർ ഒരു കുട്ടീനോട് ചോദിക്കേണ്ട, ഒരു അമ്മേന്റെ മുന്നിലിരുത്തി ചോദിക്കേണ്ട ചോദ്യം അല്ല കുട്ടീനോട് ചോദിച്ചിരിക്കുന്നത്. അത്രയും മോശമായ രീതിയിലാണ് സാർ എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ കുട്ടീനോട് ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങളെല്ലാവരും ഇല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും പെങ്ങന്മാരുണ്ടെങ്കിൽ ആ പെങ്ങന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഇങ്ങനെയാണോ ചോദിക്കുക? തെളിവായിട്ട് എൻ്റെ മോള് മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ വരെ ഒരു തെളിവ് എന്താ? ഒരു കുട്ടി ഈ കാര്യമൊക്കെ മോശമായി പറയണം? അതോ അവളെ അവസ്ഥ കണ്ടിട്ട് എന്താ പറയാ? അതയാൾക്ക് അയാളെ വീട്ടിൽ പോയിട്ട് അയാളെ ഭാര്യനോടോ അല്ലെങ്കിൽ അമ്മേനോടോ മക്കളോടോ ചോദിച്ചൂടെ? ലൈംഗിക പീഡനത്തിനിരയായ മകൾ വീണ്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അപമാനിതയായി നിൽക്കുന്നത് കണ്ട അമ്മ പിന്നെ എങ്ങനെ പ്രതികരിക്കണം? അതാണ് ഈ വാക്കുകളിൽ കേട്ടത്. അമ്പലവയൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവം നടന്നത്. ജോലിക്ക് നിന്നിരുന്ന വീട്ടിൽ നിന്നാണ് യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടാകുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയെത്തിയത് അമ്പലവയൽ സ്റ്റേഷനിൽ. രാത്രിയായതുകൊണ്ട് യുവതിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. പിറ്റേന്നാണ് മാതാവ് ഈ പീഡനകാര്യം അറിയുന്നത്. ആദ്യം കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും അമ്പലവയൽ സ്റ്റേഷനിലാണ് പരാതി നൽകേണ്ടതെന്ന് അവിടെ നിന്ന് നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ഉച്ചയോടെ അമ്പലവയൽ പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. എന്നാൽ അവിടെ യുവതിയുടെ മൊഴിയെടുക്കാൻ പോലും തയ്യാറാകാതെ കുറേ നേരം കാത്തിരിക്കേണ്ടി വന്നു. പിന്നീട് എത്തിയത് ഒരു പുരുഷ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ. അദ്ദേഹം ഇത്തരത്തിൽ അതിജീവിതയായി എത്തിയ ഒരു സ്ത്രീയോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് അമ്മ പറയുന്നത്. സാറ് ചോദ്യം ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കുന്നത്. അപ്പോഴേ ഞാൻ സാറിന് മുഖത്തേക്ക് നോക്കിയപ്പോൾ പറഞ്ഞു, ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല. ഈ മോളോട് ചോദിക്കുന്നത് ഇത്രയും അതിൻ്റെ ഇടയ്ക്ക് വനിതാ പോലീസ് വന്നിട്ട് സാറിനോട് ചോദിച്ചു, എന്താ സ്റ്റേറ്റ്മെന്റ് എഴുതാനെന്നോ? അപ്പൊ ഈ സാറ് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഇത് നടന്നത് എന്താണെന്ന് ഞാൻ കേൾക്കട്ടെ, ഇത് കേൾക്കട്ടെ, അതിന്റെ ഡീറ്റെയിൽസ്, ഇത് എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എന്തെല്ലാം അവിടെ സംഭവിച്ചു. ഒരു പെൺകുട്ടിയാണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും എനിക്ക് ഇന്ന കാര്യം സംഭവിച്ചു എന്ന് വന്ന് പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ, അതായത് സ്റ്റാർട്ടിങ് ടു എൻഡിങ്, ഞാൻ അങ്ങനെ തന്നെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുക. അത്രയും ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് പറയുകയാണോ ചെയ്യേണ്ടത്? അതാണ് ഒരു പോലീസ് എന്നുള്ള നിലക്ക് അയാൾ ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ തുടർച്ചയായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് മൊഴിയെടുക്കലിലേക്ക് കടന്നത്. അപ്പോഴേക്കും അവശ്യായ യുവതി കുഴഞ്ഞു വീണു. എന്നെ പുറത്ത് നിർത്തി പിന്നെ കുട്ടീനോട് ചോദിച്ചപ്പോഴാണ് അത്ര നേരം നോർമലായ കുട്ടി ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഞാൻ കാണുന്ന കൈ തിരുമ്പത് വെപ്രാളപ്പെട്ട് പിന്നെ എൻ്റെ അടുത്തേക്ക് വരലും കുട്ടി താഴെ വീണു. അപ്പോഴെങ്കിലും നിൽക്കുന്ന ആ പോലീസുകാർക്ക് അവിടെ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് ഹെൽപ്പ് പോലും ചെയ്യാണ്ട് എല്ലാം നോക്കി നിന്ന്. എന്തായാലും അമ്മയുടെ പ്രതികരണം പുറത്തു വന്നതോടെ ലൈംഗിക പീഡന പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായി. പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്ന അപമാനത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. ഭക്ഷണം പോലും എൻ്റെ കുട്ടി കഴിച്ചിട്ടുണ്ടായില്ല. ഇന്നലെ രാത്രി മുതലും എൻ്റെ കുട്ടി പട്ടിണി പോലെ ഇരിക്കണം. ആ കുട്ടീനെ അവര് അത്ര നേരം ആ സ്റ്റേഷനിൽ അവിടെ ഇരുത്തി. എന്ത് നടപടിയാണ് അതിന്റെ പേരിൽ ഉണ്ടാവുക എന്നാണ് ഇനി അറിയേണ്ടത്. അത്തരത്തിൽ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. പക്ഷേ അമ്മ ആവർത്തിച്ചു പറയുന്നു, പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് കടുത്ത അപമാനമാണ് മകൾക്ക് നേരിടേണ്ടി വന്നത് എന്ന്. ഇത്തരത്തിൽ ഒരു അതിജീവിതയ്ക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു പെരുമാറ്റം ആ ഉദ്യോഗസ്ഥനിൽ നിന്നുണ്ടായി? ഈ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഒരു പോലീസ് അതിക്രമത്തിന്റെ വാർത്ത വരികയാണ്. വനിതകളടക്കമുള്ള ആൾക്കാരെ ആക്രമിച്ച കുണ്ടറ SI. എന്താണ് സംഭവിച്ചത്? നമ്മളവിടെ ഉത്സവം കാണാൻ പോയതായിരുന്നു. അവിടെ നമ്മളവിടെ മാറിയിരിക്കുമായിരുന്നു. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ ഒതുങ്ങി നിൽക്കുന്ന സമയത്താണ് വണ്ടിയിൽ DJ പാട്ട് ഇടുന്നത്. അതിൽ തുടർന്ന് അതിനകത്തൊരു പയ്യനെ വലിച്ച് താഴെ ഇട്ടപ്പോഴാണ് ആ പയ്യൻ വന്ന് എൻ്റെ പുറത്താണ് വീഴുന്നത്. ഈ പറഞ്ഞ SI കിരൺ എന്ന് പറയുന്ന പുള്ളിക്കാരൻ വന്ന് പുള്ളിക്കാരൻ്റെ കാലെ പിടിച്ചിട്ടാണ് താഴോട്ടിടുന്നത്. നമ്മൾ
കണ്ടുകൊണ്ടിരിക്കുക. അപ്പം വന്ന് വീഴുന്ന എൻ്റെ പുറത്തായിട്ടാണ് പുള്ളിക്കാരൻ വന്ന് വീഴുന്നത്. അതേ തുടർന്ന് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പുറത്ത് വീണപ്പോഴാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്, സാർ എന്ത് കാണിക്കുന്നത്, അത് നീ ആരാടാ ചോദിക്കാനെന്നും പറഞ്ഞിട്ടാണ് തുടർന്ന് വഴക്ക് തുടരുന്നത്. അതിൽ തുടർന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ തടഞ്ഞതിനാണ് എന്നെ മർദ്ദിച്ചത്. പിടിച്ച് തെള്ളി ചേച്ചി എന്ന് വീണ്. അപ്പം ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ 3 പേരും തറയിൽ വീണു. അപ്പം ചേച്ചിയെ അടിച്ചു. ചേച്ചിയെ അടി കൊണ്ടത് എൻ്റെ അനിയൻ വന്ന് പിടിച്ചു മാറ്റി. അവിടെ ഒത്തിരി പേര് വന്ന് തടയാൻ ശ്രമിച്ച ലേഡീസിനെയാണ് അടിക്കുന്നത്. ഒരു ലേഡീസ് കോൺസ്റ്റബിൾ പോലീസുകാർ ആരും ഇല്ല, എല്ലാം ഇവർ പോലീസുകാർ തന്നെയാണ് ഉള്ളത്, അല്ലാതെ ആരും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പെപ്പർ സ്പ്രേ നമ്മളെടുത്തോട്ട് അടിച്ചു. അപ്പോൾ എനിക്ക് ശ്വാസം മുട്ടിയാണ് ഞാൻ നിലവിളിക്കുന്ന വീഡിയോയ്ക്കകത്തുണ്ട്. അത് അടിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് കൈ ബ്രേക്ക് ആയപ്പോഴത്തേക്ക് എന്നെ അത്ര നേരം പിടിച്ചുകൊണ്ട് തന്നെ മാറടി എന്നും പറഞ്ഞ് ചീത്ത വിളിച്ചിട്ടാണ് പുള്ളിക്കാരത് പറഞ്ഞത്. SI ഈ കിരൺ എന്ന് പറയുന്ന ഈ SI അതുൽ എന്ന് പറഞ്ഞ സാറാണ് പുള്ളിക്കാരി അടിക്കുന്നത്. മർദ്ദനമേറ്റ അനന്തു അതിന്റെ പേരിലായിരുന്നു പ്രശ്നം തുടങ്ങിയത്. അതെ അതുലും കിരണുമാണ് അടിക്കുന്നത് ഞങ്ങളെ. അപ്പം വേറൊരു പുള്ളിക്കാരൻ തടയുന്നുണ്ട്, അവിടുത്തെ SI തടയുന്നുണ്ട്. ഇവർ രണ്ടുപേരും സമ്മതിക്കുന്നില്ല. എന്നിട്ട് എൻ്റെ വൈഫിന്റെ മുടി കുത്തിനോടി ചവിട്ട് അടിക്കുമായിരുന്നു. ജീപ്പ് കയറ്റുമ്പോഴും അടിക്കുന്നുണ്ട്. ജീപ്പിനകത്ത് വെച്ച് മർദ്ദിച്ചോ? ജീപ്പിന്ന് അവിടുന്ന് കയറ്റിയിട്ട് എന്നെ വേറെ റൂട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അതുൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരാണ് എന്നെ സ്പ്രേ അടിക്കുന്നത്. വണ്ടി വെച്ച് സ്പ്രേ അടിച്ചിട്ട് എന്നെ വണ്ടിയിട്ട് അടിച്ചു. എന്നെ ജാമ്യത്തിൽ ആൾ വന്ന് വിടാന്ന് പറഞ്ഞിട്ട് വൈഫ് വന്നാലേ വിടത്തോളന്നായി. പിന്നെ വൈഫ് കേസ് കൊടുക്കുവാണെങ്കിൽ എന്നെ റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഉച്ചയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ എന്നെ ജാമ്യത്തിൽ വിടാം എല്ലാം എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് കിരൺ വിളിച്ചാൽ പറഞ്ഞ് വിടണ്ട, വൈഫ് വന്നിട്ട് വിട്ടാൽ മതിയുള്ളൂ, അല്ലാതെ വിടണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് SP കേസ് കൊടുത്ത് അവിടുന്ന് വിളിച്ചപ്പോഴാണ് CA വന്നിട്ട് വിടാൻ പറഞ്ഞ് വിടുന്നത്. കാക്കിയുടെ ബലമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള അഹങ്കാരത്തിന്മേലുള്ള ഒരു നടപടി കൂടിയാണ്. ഈ കാടൻ പോലീസുകാർക്കെതിരെയാണ് നടപടി സ്വീകരിക്കേണ്ടത്. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.